പണ്ട് പുഴയിൽ മുങ്ങി മരിച്ച മൊയ്തീൻ്റെ സ്നേഹിത കാഞ്ചനമാല. അന്നവർക്ക് തീരെ ചെറുപ്പമായിരുന്നു. പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ചതാണ്. എപ്പോഴോ അയാളുടെ സജീവത അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അയാൾ മുങ്ങി മരിച്ച പുഴയിലെ വെള്ളം കുടിച്ച് ഉപവാസം അവസാനിപ്പിച്ചു. പിന്നെ അയാളുടെ താല്പര്യങ്ങൾ, ആഭിമുഖ്യങ്ങൾ, ഇടപെടലുകൾ എന്നിവയ്ക്കിണങ്ങിയ ഒരു ജീവിതം രൂപപ്പെടുത്തി. മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന വിശ്വസ്തതയുടെ അടയാളമായി പ്രസാദവതിയായി അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്. എന്താണ് പറയേണ്ടത്? മരണത്തോളം നീളുന്ന വിശ്വസ്തതയെന്നോ മരണത്തിനപ്പുറത്തേക്ക് പോകുന്ന ആത്മാർപ്പണമെന്നോ? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പിൽ നിന്നാണ് ജീവിതത്തെ സംബന്ധിക്കുന്ന ഈ കഥ ലഭിച്ചത്. അടയിരിക്കുന്ന വേഴാമ്പൽ മരപ്പൊത്തിനുള്ളിൽ തന്നെയാണ് ആ കാലം കഴിയുവോളം വിശ്രമിക്കുന്നത്. ആൺകിളി നാരുകളും മൺതരികളും മറ്റവശിഷ്ടങ്ങളും കൊണ്ട് ആ മരപ്പൊത്തിൻ്റെ മുഖം പുറത്തുനിന്ന് അടച്ചു കളയുന്നു. തൻ്റെ കൊക്കിന് മാത്രം കടക്കാവുന്ന ഒരു സുഷിരം ബാക്കി നിർത്തിക്കൊണ്ട് ഇരതേടിപ്പോകുന്ന ആൺകിളി ഈ സുഷിരത്തിലൂടെയാണ് മരപ്പൊത്തിലെ വേഴാമ്പലിന് ഭക്ഷണം നൽകുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ആൺകിളി വന്നില്ലെങ്കിലോ? എന്നാലും കിളി പുറത്തു വരാൻ ശ്രമിക്കില്ല. സ്നേഹത്തിൻ്റെ മുഴുവൻ വിഷാദങ്ങളും അനുഭവിച്ച് അത് മൃതിപ്പെടും. കാരണം അത് പെൺകിളിയാണ്.